ഫുഡ് കഴിക്കാൻ നിർത്തിയ ബാക്കിൽ മല വലിയ ബഡ്ജറ്റ് ഒന്നും മഞ്ഞ് വീണോടുണ്ട്. നല്ല അടിപൊളി മഞ്ഞ്. എല്ലാ വണ്ടിനും മുകളിൽ അവസ്ഥ നോക്കിയത് തന്നെ അവസ്ഥ. ഹോട്ടലിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോഗ് ഇടുന്നത് ഓൾറെഡി ഉണ്ട്, കാണുന്നില്ലതാ. ഏതോ ഒരു വഴിയിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയതാ. ആ സൈഡ് നോക്കുമ്പോൾ വെജ് മാത്രമല്ല, അപ്പോൾ നോൺ വെജ് കഴിക്കാൻ നിർത്തി. ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി മഞ്ഞുമലയുണ്ട്. എൻ്റെ ഗ്ലാസ് ഫുള്ള് പോകടിക്കുന്നത്. സ്ലിപ്പാണ്, നല്ലോണം സ്ലിപ്പാണ്. ബ്ലാക്ക് ഐസ് ആയിട്ടുണ്ട്. മഞ്ഞിപ്പോഴും വീഴുന്നുണ്ട്. ഇത് ഏതോ തമിഴ്നാട് വിജയ് എന്തോ ഫിലിമൊക്കെ അഭിനയിച്ചതാണ്. അത്ര പുതിയ ഫിലിം അഭിനയിച്ചൊരു സ്ഥലമാണ്. അവൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. സിഫാർ അവരുടെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞ് വീണിട്ട് ഇതൊക്കെ ഫുള്ള് മഞ്ഞ കട്ടോടിച്ചിട്ടുണ്ട് സീറ്റൊക്കെ. ഞങ്ങൾ കയറിയ ഹോട്ടലിൽ നടുമുറ്റം. നല്ല അടിപൊളി ലൊക്കേഷനാണ് ഇത്. അങ്ങനത്തെ മഞ്ഞ് കട്ടിങ്ങനെ പോകുന്നുണ്ട്. എറിയാലോ, പേടിക്കണ്ട, നമുക്ക് പായാൻ പറ്റുന്നില്ല. തണുപ്പ് തണുപ്പ്. കണ്ണാടി ഫുള്ള് പോകടിക്കുന്നത്. മഞ്ഞിലേ നടക്കുന്നത്. പക്ഷേ ഈ ഇതും കൂടെ ഉണ്ടായിട്ടില്ലേ, കണ്ണാടിയൊക്കെ ഫുള്ള് പോകരുന്നത്. നല്ല സ്ലിപ്പറിയുണ്ട്, നല്ല സ്ലിപ്പാണ്. ഇതാണ് തണുപ്പുണ്ടാ. എൻ്റെ കണ്ണാടി വയ്ക്കേ. എൻ്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വേറെ തന്നെ ബർത്ത്ഡേ ആണ്. ഞങ്ങളിവിടെ നിന്ന് കേക്ക് മുറിക്കാൻ പോകുന്നത്. അവിടെ കേക്ക് റെഡി ആണല്ലോ. അങ്ങോട്ട് എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന ഇതന്നെ എടുത്ത വണ്ടികളുടെ അവസ്ഥ. കിട്ടുന്നില്ല, വണ്ടിയെല്ലാം അവിടെ ഇങ്ങനെ ടയർ ഇറങ്ങിയിരിക്കുന്ന ബാക്കിയാണ്. എന്താ കണ്ട, അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു പുഴ എന്ന് കരുതി കണ്ട് അങ്ങനെ പുഴ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വന്നതാ. അല്ലോ വിളക്കി ഇവിടെ എത്തുമ്പോഴേ മനസ്സിലായേ ഇത് പുഴയല്ല, മഞ്ഞാണ്, മഞ്ഞ്. വേണ്ട അയാള് നമുക്കതിൽ പോകുന്നുണ്ട്. ഒരു ഗ്രൗണ്ട്, ഒരു എന്തോ പാടം, അത് മഞ്ഞ് വീഴുന്നതാ. ദൂരത്താണോ എന്തോ പുഴ പോലെ ഉണ്ടായിരുന്നു. എന്താ ഇവിടെയൊക്കെ മഞ്ഞിങ്ങനെ വീഴാനായി നിൽക്കുന്നുണ്ട്. ഇത് ഹോട്ടൽ ബാക്ക് സൈഡ് കേട്ടോ. ഷൂ ഒക്കെ ഫുള്ള് നനഞ്ഞ്, കാലൊക്കെ മരവിച്ച് കട്ട പിടിച്ച പോലെ. എന്നിട്ട് ഫുഡ് ആയിക്കോട്ടെ. ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി. സ്നോഫോളിന് ഒരു കുറവില്ല, ഇപ്പോഴും വീണുകൊണ്ടിരിക്കാം. നല്ല പനീർ റൊട്ടിയും കറിയും തന്നു. ഇനി ചായ കുടിക്കാൻ. നമുക്ക് ഒരു കുറവില്ലല്ലോ, ഇവിടെ ഫുള്ള് പട്ടാളക്കാരാ. ഗ്ലാസ് തുറന്നപ്പോൾ ഫുള്ള് ഉള്ളിലേക്ക് ഇറങ്ങി, കാറിൻ്റെ ഉള്ളിലേക്ക്. ഒരു രക്ഷയില്ല കേട്ടോ. അതൊരു പുഴ ഒഴുകുന്നത്. കുറച്ച് വെള്ളമേ ഉള്ളൂ, ബാക്കി ഫുള്ള് മഞ്ഞ. വെള്ളം മഞ്ഞ കട്ടായിട്ടുണ്ടാ. ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം കിട്ടി, ഒരു മരത്തിൻ്റെ അടിയിൽ.
അവിടെ ഒരു മക്കാമുണ്ട്, ദർഗയുണ്ട്. ഏത് ദർഗ എന്ന് അറിയില്ല. ഓ ഫോട്ടോ ഒക്കെ നൽകേണ്ട അടുത്ത് ഒരു പള്ളിയുണ്ട്. ആറുവരിപ്പാതയാണ് ജമ്മു ശ്രീനഗർ ഹൈവേ. ഒരു വരിയുണ്ട് ഇപ്പോൾ. കാശ്മീരി കാവ. ഓ ഇതുണ്ടാക്കുന്ന നീലല്ലേ? ഇതുണ്ടാക്കുന്നതിനെ കാണണേ. ഒരു കാവ ഇത്രക്കുള്ള 50 രൂപ. 50 രൂപ പറഞ്ഞിട്ടേ ചോദിച്ച്. നല്ല മഞ്ഞ് പോകുന്നുണ്ട്. ചൂട് കാവ. ഇതിലേക്ക് കുറെ നിർത്തിയ ഇടുമ്പോഴേക്ക് ഇതിലേക്ക് കനൽ ഉറക്കിയിടുന്ന അതിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ടാക്കുന്നത് എങ്ങനെ. ഫൈനലി സമയം 7-7:30 മണി. ഞങ്ങൾ വണ്ടി റൂമിലേക്ക് എത്തി. റൂമിലിറക്കി വണ്ടി പോയി. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് 10 മണിക്കൂറോളം നീളുന്ന യാത്ര അല്ലേ. ഗസ്റ്റ് ഹൗസ് വാർസി. ഇനി റൂമിലോട്ട്.